CPM-ന്റെ ലേലുവല്ലു വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചാണത്. കാരണം ഇന്നലെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള അവസ്ഥ അവർക്ക് മനസ്സിലായി. അതുമല്ലെങ്കിൽ പിണറായിങ്കിലും വിളിച്ച് ചീത്ത വിളിച്ചാണ്. നീ എല്ലാം കൂടെ എന്നെ കുരുക്കാനാണോ ഈ പരിപാടി കാണിച്ചതെന്ന് മിക്കവാറും വിളിച്ച് ചോദിച്ചാണ്. വിളിച്ച് വരട്ടിക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന നേതാക്കളെല്ലാം വിളിച്ച് വരട്ടിക്കാണ്. എന്താണ് CPM-ന് മാനസാന്തരം വന്നത് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അതിന് ഒറ്റ വാക്കിലൊരു ഉത്തരം ഞാൻ പറയാം. CBI പേടിയാണ്. CBI വരും എന്നുള്ള ഒരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ട്. ഇനി പഴയതുപോലെ ഇതൊന്നുമില്ല, BJP ആയിട്ടുള്ള അന്തർധാര ഒന്നുമില്ല. CBI വന്നതാണ്. CBI മാത്രമല്ല, NIA-യും വന്നുകൂടായികയില്ല. കാരണം മാരകമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനുള്ളിൽ തീവ്രവാദി സംഘടനകൾ കടന്നു കയറിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത അനുസരിച്ച്, അതായത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് CPM ഖേദം പ്രകടിപ്പിച്ചു ഇന്നലത്തെ അക്രമ സംഭവം. പ്രത്യേകിച്ച് കാറടിച്ച് പൊട്ടിച്ചു. അതായത് അവർ തൊഴിലാളികളായിരുന്നു, അവരുടെ അന്നം മുട്ടി എന്നുള്ളതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുമ്പോഴും പൂമരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ താത്വിക ആചാര്യൻ, നവയുഗ താത്വിക ആചാര്യൻ, പോസ്റ്റ് ട്രൂത്ത് ഫിലോസഫർ എന്ന് വേണേൽ പറയാം, അദ്ദേഹം എന്ത് പറഞ്ഞാലും സത്യാനന്തര കാലഘട്ടം. ഇപ്പൊ ടോയ്ലറ്റിൽ പോകുന്ന കാര്യത്തിൽ വരെ അദ്ദേഹത്തിന് സത്യാനന്തര കാലം വരും. ആ സത്യാനന്തര കാലത്തിന്റെ കഥാകാരൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം നമ്മളെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനെ കാണാൻ പാടില്ലാത്തവരാണെന്ന്. അല്ല, അതിന്റെ താത്വിക വിശദീകരണം കേട്ടില്ലേ? ഒരു ചെറിയ ഒരു ഒന്നും തള്ള ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനെ ഇങ്ങനെ മാധ്യമങ്ങളാണ് ഇത്രയും വലിപ്പം. പിന്നെ പിണറായി വിജയനെ തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡയലോഗാണ് പിണറായി വിജയനെ തുടരാൻ. കക്ഷിയല്ലല്ലോ, അവിടെയാണ് ഇത് പ്രശ്നം. അതാണ് ഈ 2 ദിവസമായിട്ട് നേരിട്ട് കക്ഷികളല്ല. അതെ. അപ്പം ഇതാണ് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ED-യുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നതിനകത്ത് അവരും പറഞ്ഞിരിക്കുന്നത് എന്താണ്? വീണ വിജയൻ പ്രതിയുള്ള സ്ഥലത്ത് ഞങ്ങൾ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ മുൻ ചീഫ് മിനിസ്റ്റർ അച്ഛനായ പിണറായി വിജയൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അവരും പറയുന്നു. വീട് വാടക എടുത്തേക്കുന്നത് മകൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, അവരുടെ മകളുടെ താമസ സ്ഥലം ഏതാണെന്ന് അവർ അന്വേഷിച്ച് അവരവിടെ വന്നു. അപ്പോൾ ഇതിനകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലത്തെ ആ ഒരു അക്രമ സംഭവം കൊണ്ട് ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് ഇവർ ഹീറോസായി. എടാ, CPM-കാരനെ തൊട്ടാൽ തട്ടും, ഞങ്ങളെല്ലാം മാസാണ്. അപ്പം എന്തോടാ പിണറായി വിജയനെതിരെ ജില്ലാ കമ്മിറ്റികളിൽ ഒരു വിമർശനം ഉണ്ടായെന്ന് കരുതി ഞങ്ങൾ അദ്ദേഹത്തെ അങ്ങ് വിട്ടുതരുമെന്ന് കരുതിയോ നിങ്ങൾക്ക് വേട്ടയാടാൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ അവിടെ നിന്ന് മാസം കാണിച്ച പലരും ഇപ്പം കാണാനില്ല. എല്ലാവരും മുങ്ങി കഴിഞ്ഞു. അതോ മാളങ്ങളിലേക്ക് ഇപ്പോഴാണ് ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് വിഷയം കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല വകുപ്പുകളും വരും, ദേശീയ അന്വേഷണ ഏജൻസികൾ വരും. പൊക്കിക്കൊണ്ട് തിഹാർ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടതാണ്, പിന്നെ ജീവിതത്തിൽ പുറലോകം കാണുകയില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ നഷ്ടം വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ പലവിധ വിഷയങ്ങൾ ഉണ്ടാകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു വീഴ്ച പറ്റി. ഒരിക്കലും തൊഴിലാളികളുടെ ജീവനോപാധി മുടക്കാൻ പാടില്ലായിരുന്നു. തൊഴിലാളി വർഗ പാർട്ടിയാണ് ഈ പരിതപിക്കുന്നതും നഷ്ടപരിഹാരം. ആ വാഹനം ഞങ്ങൾ ഒന്നീ പുതിയത് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളത് ഇത് ചെയ്തു കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. പക്ഷേ ഇതുകൊണ്ടൊന്നും CPM-നെതിരായ അന്വേഷണം നിലയ്ക്കില്ല എന്ന് മാത്രമല്ല, ഇത് ജനഹിതം ഉണ്ടല്ലോ ഇവർക്കെതിരായി, അതും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ഇന്നലെ അത് കാണിച്ചത് ജനങ്ങൾക്ക് മുന്നിൽ ഒരു മോശക്കാരായി. ജനരോഷം ശക്തമാണ്, ശക്തമായ ജനരോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇതിനകത്തെ പ്രധാന കാര്യം? വീണ വിജയൻ എന്ന് പറയുന്ന തൈക്കണ്ടി വീണ, പിണറായി വിജയൻ്റെ മകൾ, ദുരൂഹ സാഹചര്യത്തിൽ 2.78 ലക്ഷം കോടി രൂപ കോഴയായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. ഈ കൈപ്പറ്റിയതിൻ്റെ പേരിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് ED വന്നത്. അവർ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ 2.78 കോടി ഈ പറയുന്ന പിണറായി വിജയൻ്റെ പേരിൽ അല്ലെ അയാൾക്ക് വേണ്ടി കോഴയായി വാങ്ങിയതാണോ എന്നതിനെക്കുറിച്ചും ED അന്വേഷിക്കും. കാരണം വീണ വിജയൻ പ്രത്യേകിച്ച് ഒരു സ്ഥാനമോ പദവിയോ അലങ്കരിക്കുന്ന ഒരാളല്ല, ഒന്നും നടന്നില്ല. പൈസ കൊടുത്തോണ്ടിരുന്നത്. അതും ഏകാംഗ കമ്പനിയാണ്. നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുണ്ട് ഏകാംഗ കമ്പനി. ഏകാംഗ കമ്പനിയാണ്. അതിന്റെ മുതലാളി അവരാണ്, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വരെ അവരാണ്. ഒരു കോമഡി ഷോ ഒരിക്കൽ ഞാൻ കണ്ടതാണ്, ഈ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കോമഡി ഷോ. അപ്പോൾ അത് ഈ തരുണത്തിൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ചായക്കട നടത്തുകയാണ്. ഈ ചായക്കട നടത്തുന്നുണ്ടെങ്കിൽ ഒരാൾ വരും, കഴിക്കാൻ വരുമ്പോൾ ഇദ്ദേഹം ഫ്രണ്ടിലിരിക്കുകയാണ്, ചായയൊക്കെ അടിക്കുന്നു. അല്ല, മുതലാളിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഈ വന്ന ആൾ ചോദിക്കുന്നു കഴിക്കാൻ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒത്തിരി പലഹാരങ്ങളുടെയും ഫുഡിൻ്റെയൊക്കെ പേര് പറയും.
എന്നിട്ട് ഇയാൾ പറയും 2 പൊറോട്ട ഒരു ബീഫും വേണം. അപ്പോൾ ഉടനെ ഇവിടെ 2 പൊറോട്ട ഒരു ബീഫ്. ഇത് പുള്ളി അകത്തോട്ട് പോവാ. അപ്പോൾ ഇയാൾ എവിടെ പോവാ? അല്ല, ഇതൊക്കെ ഞാൻ അടിച്ച് ഉണ്ടാക്കി ഞാൻ തന്നെ എടുത്തുകൊണ്ട് വന്ന് വേണം, ഞാനേ ഉള്ളൂ. പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ ചുമ്മാ അകത്തോട്ട് കയറി പറയുന്നത് ഇത് തന്നെ ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ പോലാണ്. വീണ തൈക്കണ്ടിയുടെ കമ്പനിയിൽ വീണ തൈക്കണ്ടി മാത്രമേ ഉള്ളൂ. ആ കമ്പനിയുടെ MDയും കമ്പനിയുടെ ഓഫീസും വീണ തൈക്കണ്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ കമ്പനിയുടെ ഓഫീസ് വീണ തൈക്കണ്ടി മാത്രമേ ഉള്ളൂ. അവിടുത്തെ അറ്റൻഡർ മുതൽ MD വരെ വീണ തൈക്കണ്ടിയാണ്. അങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് MDക്ക് 5 ലക്ഷവും കമ്പനിക്ക് 3 ലക്ഷവും മാസം. അതായത് ഈ ഏകാംഗ കമ്പനിയിൽ രാവിലെ വീണ തൈക്കണ്ടി വന്നിരിക്കുന്നു, കറങ്ങുന്ന കസേര കറങ്ങുന്നു, ഉറങ്ങുന്നു, വൈകുന്നേരം ആകുമ്പോൾ 8 ലക്ഷം രൂപ കയ്യിൽ. ഇതാണ് ഒരു മാസത്തെ വീണ തൈക്കണ്ടിയുടെ വരുമാനം. അത് നമ്മൾ ഒന്ന് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ 2 കമ്പനി മുഖേനയായിട്ട് ഈ ഇങ്ങാരുടെ കയ്യിൽ നിന്ന് മാത്രം പിന്നെ 2.78 കോടി ഇതുപോലെ എത്ര വ്യവസായികൾ മാസപ്പടി വാങ്ങിച്ചിട്ടുണ്ടോ. അപ്പോൾ നിലവിൽ വന്ന പ്രശ്നം CPM മാപ്പ് പറയാനുണ്ടായ കാരണം 3 കാരണം ഇവയായിരിക്കാം. 1, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും, എല്ലാവരെയും തൂക്കും, പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുപോകും. ഇന്നലത്തെ പോലത്തെ തറ പരിപാടിയും കൊണ്ട് അവർ നന്നായി അവർ പാർട്ടി ഓഫീസിൽ കയറി നിരങ്ങും. 1. 2, നേതാക്കന്മാരെ അടക്കം നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ചിലപ്പം അകത്തിട്ടേക്കാം. ഈ MV ഗോവിന്ദനും ശിവൻകുട്ടിയും എല്ലാവരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയവന്മാരെ മൊത്തം അടി തുടങ്ങിയപ്പോൾ മേയർ റൂട്ടി എസ്കേപ്പ് ആയെന്നല്ലേ കണ്ടില്ല. പിന്നെ അതിനുശേഷം മറ്റൊന്ന്, പിണറായി വിജയനെ വീണ തൈക്കണ്ടി ഇതിന്റെ പേരിൽ അവർ പ്രതികാര നടപടി നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഈ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി 2നെയും പിടിച്ചകത്ത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ സകല കുറ്റവാളികളും പിടിച്ചോളുമ്പോൾ പ്രതികാര നടപടിയാണ് സർക്കാർ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്നലെ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിച്ച പിണറായി വിജയന് മുഷ്ടി താക്കുന്നതിന് മുമ്പ് ബോധോദയം ഉണ്ടായിട്ടുണ്ട്, പണി പാളിയിട്ടുണ്ട്. ഏത് നിമിഷവും ഞാനും മോളും അകത്ത് പോവും എന്ന് മനസ്സിലായി. അതിനാണ് ഇപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള ജനരോഷം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ലേലുവല്ലു, അതായത് പാവപ്പെട്ട 3 പേരുടെ ജീവിതമാർഗം തകർത്തെറിഞ്ഞതിനാണ്. അതിൽ 2 പേര് CITU തൊഴിലാളികളാണെന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നതോടെ പക്ക പ്രതിരോധത്തിൽ CPM പോയി. 2ാമത്തെ വിഷയം ഇതാണ്, നേതാക്കന്മാർ ഒന്നടങ്കം അകത്തു പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നിലപാട് മാറ്റി. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് കേന്ദ്ര സേനയുണ്ടല്ലോ, പട്ടാളം വരെയുണ്ട്. അതുകൊണ്ട് ഇവരെ പ്രതിരോധം ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. ഈ മറ്റേ PP ശശി പാരണ്ടാങ്കോല ഉറച്ചേൽക്കുമെന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഈ പിണറായി PP ശശി ആ വില ഉറച്ചു നിൽക്കാനും വേണ്ടി ഇറങ്ങി ഓടും. പിന്നെ ജീവൻ കൊടുത്തും പിണറായിയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അവരവിടെ നിൽക്കത്തേ ഉള്ളൂ. പിണറായി ഇപ്പോൾ സ്വയം എങ്ങനെ സംരക്ഷിക്കാൻ നേടാം എന്നതിനെക്കുറിച്ചുള്ള നെട്ടോട്ടത്തിലാണ്. കാരണം അടുത്തതായിട്ട് ഇയാളാകത്ത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇന്നലെ ഡൽഹിയിലെ കണ്ടില്ലേ, ഡൽഹിയിൽ ബേബി സഖാവും ജയിക്കും ബിജു കൃഷ്ണനൊക്കെ ഉണ്ട്. അല്ല, ഇന്നലത്തെ ആ പ്രകടനം കണ്ടപ്പോൾ നമുക്ക് സത്യത്തിൽ ചിരി വന്നുപോയി. കാരണം എന്താ അറിയോ, 3 പേര് ഇത് വന്ന് പെട്ടു. 3, 4, 5, 6 പേരും കണ്ടിട്ട് JNU പഠിക്കുന്ന താടിക്കാരാണെന്ന് തോന്നുന്ന സാധ്യതകൾ നിൽക്കുന്നുണ്ട്. അത്ര വരെ ഉള്ളൂ. ജയിക്കൊരു പുറത്തേക്ക് ഇട്ട് അല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നിൽക്കുന്നുണ്ട്. ബേബി സഖാവ് മുണ്ട കൊടുത്ത് നിൽക്കുന്നുണ്ട്. ബിജു കൃഷ്ണൻ ആണെന്ന് തോന്നുന്നു. ബിജു കൃഷ്ണൻ ആരാണ് സാധ്യത. മാത്രമല്ല ബേബി സഖാവ് ചില പ്രത്യേക ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ? ബസ്സിൽ കയറാൻ നേരത്തെ അത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. നമ്മൾ ബസ്സിൽ നമ്മൾ പിടിച്ച് പോയാൽ പോലും നമ്മൾ കൈ മൂവ്മെന്റ് അവരെടുത്ത് വയ്ക്കണം, എന്നെ എടുത്തുകൊണ്ട് പോകണം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ജയിക്കുന്ന ആകെ ആശയക്കുഴപ്പമാണ്. കയറണോ വേണ്ടോ? ബസ് കയറിയിരുന്ന ശേഷം പുറത്തൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരു പോലീസുകാരൻ വന്ന ഹിന്ദിക്കാരൻ അവൻ എന്തോ പറയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് അദ്ദേഹം മുഖം തിരിച്ചങ്ങിരുന്നു. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പിണറായി വിജയൻ്റെ ഇമേജ് തിരിച്ചു പിടിക്കുകയും CPMന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുകയും ചെയ്ത സഖാക്കൾ ഇന്ന് വെട്ടിലാണ്. ഇന്നലത്തെ ആ നൈമിഷികമായിട്ടുള്ള ഒരു വിജയം മാത്രമാണുള്ളത്. ഇതിൻ്റെ അനന്തര നടപടികൾ വരുന്നത് അറിഞ്ഞുകൊണ്ട് ഈ ആശാന്മാർ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഒളിവിപ്പോയിരിക്കുകയാണ്. പല നേതാക്കളും ഒളിവിപ്പോയതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഡൽഹിയിൽ CPM ഓഫീസുണ്ട്, അവിടെയും BJPക്കാരും ED ഒക്കെ അവിടെയും ഉണ്ട്. അതെ, അവരങ്ങോട്ട് കയറിയാൽ പിന്നെ ഈ സഹക്കന്മാർക്ക് തിരിച്ചാൽ പോയ ഷേപ്പിൽ തിരിച്ചിങ്ങോട്ട് വരില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും CPM ആദ്യമായി ഒരു തെറ്റ് സമ്മതിച്ചു. ഇത്രയും കാലം നമുക്കറിയാമല്ലോ, ഇവർ തോറ്റു എന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട്. എന്തെങ്കിലും ഒരു കാര്യം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട് എന്നെല്ലാവരും പറഞ്ഞു. ഇപ്പോൾ അവർക്ക് സ്വയം അവർക്ക് ചിന്താശക്തി തിരിച്ചു വന്നിരിക്കുന്നു. അവർക്ക് മനസ്സിലായിരിക്കുന്നു നമുക്കിട്ട് പണിയാണ്, നമ്മുടെ പണി പാടും, കുഴപ്പമാകും എന്നതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പിണറായി ഇടപെട്ടിട്ടുള്ളത്. നീ എല്ലാം കൂടെ എന്നെ കൊലക്കൊണ്ട് കൊടുക്കാനാണ് ഈ പരിപാടി കാണിച്ചത് ചീത്ത വിളിച്ചാണ്. അല്ല, അത് ഇവിടെ ഖേദം പ്രകടിപ്പിക്കുന്ന ഇവിടുത്തെ ടാക്സി ഡ്രൈവറോടും ഇവിടുത്തെ ജനങ്ങളോടും അല്ലേ? അതെ, അന്വേഷണ സംഘത്തോട് ഖേദം പ്രകടിപ്പിച്ചിട്ട്
അന്വേഷണം അത് പ്രകടിപ്പിച്ചിട്ടുമില്ല. എന്തായാലും പിണറായി വിജയന്റെ അവസാനത്തെ ആണി നിങ്ങൾ അടിച്ചു കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹാക്കന്മാരെ. നിങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹമല്ലാതെ മറ്റാരെന്നും പറഞ്ഞ് ഇറക്കി, അദ്ദേഹത്തെ ഊടുപാട് എല്ലാത്തിനെയും പറ്റിച്ചു, 35 സീറ്റേൽ ഒതുങ്ങി, പ്രതിപക്ഷ നേതാവാകാമെന്നും പറഞ്ഞ് കസേര കയറ്റിയിട്ട് ഇറങ്ങി പോടാന്ന് പറഞ്ഞ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പം മോളുടെ വിഷയം വന്നിരിക്കുന്നത്. ആ വിഷയത്തിൽ മോളെ രക്ഷിക്കാനെന്നുള്ള വ്യാജേന വന്ന് പിണറായി വിജയനെ കൂടെ ആപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയ സഖാക്കൾ എന്തു ലേലുവല്ലു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കേന്ദ്ര ഏജൻസി എത്തുന്ന ആ സുവർണ ദിവസത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും ബിനീഷ് കൊടിയേരിക്കും അതിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്കും എല്ലാവർക്കും സമാധാനിക്കാൻ ചിരിക്കാം. ചിരിക്കും, ഞങ്ങൾക്കും ചിരിക്കും.